വീഡിയോ കാണുന്ന എല്ലാ അമ്മമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി മദേഴ്സ് ഡേ. ഉറങ്ങിക്കിടക്കുന്ന അമ്മയെ ഞാൻ കൊണ്ട് എണിപ്പിച്ചിരുത്തിയിരിക്കുകയാണ് കേട്ടോ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പൊതുവേ എൻ്റെ വീഡിയോയിലും ഒന്ന് മുഖം കാണിച്ചിട്ട് ഓടിപ്പോണ ആളാണ് എൻ്റെ അമ്മ. ആ അമ്മയാണ് നിങ്ങൾ 6 മിനിറ്റ് 34 സെക്കൻഡ് വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അമ്മയ്ക്കൊരു മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് അമ്മ ഇത്രയും പ്രൊഡക്ട്സ് ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അമ്മയുടെ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പൊട്ട് വയ്ക്കുക, കണ്ണെഴുതുക, പുറത്തെവിടേക്കെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ കുറച്ച് പൗഡർ കൂടി അപ്ലൈ ചെയ്യുക, അതാണ് കേട്ടോ അമ്മയുടെ മേക്കപ്പ്. അപ്പോൾ ഞാൻ ഫേസ് ഫസ്റ്റ് തന്നെ നന്നായിട്ട് വൈപ്പ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ഞാൻ മോയ്സ്ചറൈസർ, പ്രൈമർ എല്ലാം അപ്ലൈ ചെയ്യുന്നുണ്ട്. ശരിക്കും എല്ലാ സ്റ്റെപ്സും ഫോളോ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു മേക്കപ്പ് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം ഐബ്രോസാണ്. ഐബ്രോസ് അമ്മ ത്രെഡ് ചെയ്യാറില്ല. അപ്പോൾ അമ്മയുടെ ഐബ്രോസ് ചെറുതായിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അമ്മയുടെ ഒരു ഐബ്രോന് തിക്ക് കൂടുതലും ഒരു ഐബ്രോന് തിക്ക് കമ്മിയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ അതിന് ശേഷം ഐബ്രോ നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഡിഫറൻസ് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സീനിൽ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് ഐബ്രോൻ്റെ അവിടെയുള്ളൊരു ഡിഫറൻസ് ഫേസിലും വന്നൊരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതിന് ശേഷം പിന്നെ ഞാൻ ഡാർക്ക് സർക്കിൾസൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എപ്പോഴും ഡാർക്കിനെ ഡാർക്ക് കൊണ്ടാണ് ഹൈഡ് ചെയ്യേണ്ടത്. ഒരിക്കലും ഡാർക്ക് സർക്കിൾസ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രൈറ്റ് ഷെയ്ഡ്സ് ഒന്നും ഉപയോഗിക്കരുത്. കാരണം ബ്രൈറ്റ് ഷെയ്ഡ്സ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഡാർക്ക് കളർ കൂടുതലായിട്ട് എടുത്തറിയാൻ വേണ്ടി തുടങ്ങും. പിന്നെ ഫേസിൽ നമ്മൾ ഡാർക്ക് സ്പോട്ട്സൊക്കെ ഹൈഡ് ചെയ്യുകയാണെങ്കിലും എന്താ പറയുക ഡാർക്ക് കളർ ഗ്രേ ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഡാർക്ക് കളറിനെ ഡാർക്ക് കളർ വെച്ചിട്ട്, അതായത് ഡാർക്ക് കളറിനെ ഡാർക്ക് കളർ വെച്ചിട്ടാണ് കേട്ടോ കൺസീൽ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഫേസ് നന്നായിട്ട് കൺസീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ അമ്മ എന്ന് പറഞ്ഞ ഒരാൾ ലൈഫിൽ കൂടുതൽ അറിയുന്നവരിൽ നിന്ന് പോലും നല്ല രീതിയിൽ ബോഡി ഷേമിങ് അനുഭവിച്ച ഒരാളാണ്. പക്ഷേ എപ്പോഴും എന്നും ഞാൻ അമ്മയോട് ഒന്ന് മാത്രമേ പറയാറുള്ളൂ, അതായത് എനിക്ക് ബാർബി ഡോൾസിനെക്കാട്ടിലും ഇഷ്ടം ടെഡി ബിയേഴ്സിനെയാണ് എന്നുള്ളത്. അപ്പോൾ ഒന്നുകൂടി ഞാനത് പറയുകയാണ്, ഇപ്പോഴും എനിക്ക് ബാർബി ഡോൾസിനെക്കാട്ടിലും എനിക്കിഷ്ടം ടെഡി ബിയേഴ്സിനെയാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം കണ്ണിൻ്റെ മുകൾ ഭാഗം എപ്പോഴും നമുക്ക് ബ്രൈറ്റ് ആയിട്ടുണ്ടാവണം. അപ്പം നമ്മൾ എപ്പോഴും ബ്രൈറ്റ് ഷെയ്ഡ് വെച്ചിട്ടാണ് കൺസീൽ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഹൈലൈറ്റ് കൺസീലർ ഉപയോഗിച്ചിട്ടാണ് ഫേസിൻ്റെ മുകളിൽ ഫേസിൻ്റെ മുകളിലല്ല കണ്ണിൻ്റെ മുകളിൽ ഞാൻ നന്നായിട്ട് കൺസീൽ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ഞാൻ നന്നായിട്ട് പൗഡർ ലോക്ക് കൂടി ചെയ്യുന്നുണ്ട്. പൗഡർ ലോക്ക് എന്തായാലും ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ വര വീഴാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതിന് ശേഷം പിന്നെ ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു നല്ലൊരു ഡാർക്ക് കളർ ഷെയ്ഡാണ് ആദ്യം ഐ ഷാഡോ ആയിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ ഭയങ്കര മെച്യൂർഡ് സ്കിന്നാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാനൊരു എങ്ങനെയാണോ ഒരു ബ്രൈഡിനെ ഒരുക്കുക ആ സ്റ്റെപ്സൊക്കെ ഫോളോ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഫൈനൽ ലുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. എനിക്കറിയില്ല കാണുന്ന നിങ്ങൾക്ക് ഇഷ്ടാവോ ഇല്ലേന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു മാക്സിമം ഞാൻ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഡാർക്ക് കളറിൻ്റെ മേലെ പിന്നെ ഹൈലൈറ്റ് കൺസീലർ ഒന്നും കൂടി എടുത്തിട്ട് ആ ഒരു ഷെയ്ഡിനെ ചെറുതായിട്ടൊന്ന് ന്യൂഡാക്കി അതിന് ശേഷം അതിൻ്റെ മേലെ ഞാൻ പിഗ്മെൻറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ഒരു ഐ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഗ്മെൻറ്റ് കൂടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അമ്മമാരെ ഇരുത്തി ഒരു ദിവസം മേക്കപ്പൊക്കെ ചെയ്ത് കൊടുക്കണം. കാരണം അവർക്കും ആഗ്രഹം ഉണ്ടാവില്ല അവരുടെ ലൈഫിൽ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാൻ. കാരണം ഞാനിവിടെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അമ്മ കാണാറൊക്കെ ഉണ്ട്. എനിക്ക് എന്ത് വേണമെങ്കിലും ചെറുപ്പം മുതൽ ഈ മേക്കപ്പ് വേണം, അത് വേണം, ഇത് വേണം, എന്ത് വേണമെങ്കിലും എനിക്ക് വാങ്ങിത്തരുന്ന ഒരാളാണ്. പക്ഷേ ഇന്നേ വരെ അമ്മ ഇത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കൊടുക്കുകയാണ് അമ്മയ്ക്ക്. അപ്പം അതിന് ശേഷം പിന്നെ ജെൽ ഐലൈനർ വെച്ചിട്ടാണ് കണ്ണിൻ്റെ മുകൾ ഭാഗം എഴുതി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതും ഞാൻ ചെറുതായിട്ടല്ല എഴുതി കൊടുക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞി കണ്ണാണ്. അപ്പോൾ അതിനനുസരിച്ച് കണ്ണ് കുറച്ച് നന്നായിട്ട് അറിയുന്ന രീതിയിലാണ് മേക്കപ്പും ഐ ലുക്കൊക്കെ ചെയ്തത്. പിന്നെ അമ്മ ത്രൂ ഔട്ട് എന്നോട് കണ്ണാടി തരുമോ നോക്കട്ടെ ചോദിക്കായിരുന്നു. ഞാൻ കണ്ണാടിയെ അമ്മയ്ക്ക് കൊടുത്തിരുന്നില്ല. പിന്നെ ഫൗണ്ടേഷൻ ഷെയ്ഡ് അമ്മയുടെ ഫേസിൻ്റെ സ്കിൻ ടോണിനെക്കാട്ടിലും കുറച്ച് ബ്രൈറ്റ് ഷെയ്ഡാണ് ഞാൻ അപ്ലൈ ചെയ്തത്. കാരണം എന്താ പറയുക കുറച്ച് ബ്രൈറ്റായി ഇരുന്നോട്ടേ പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ ഒരു ഫൗണ്ടേഷൻ നല്ല കവറേജ് തരുന്നൊരു ഫൗണ്ടേഷനാണ്. ഒരു ഡ്രോപ്പ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ നന്നായിട്ട് അത് പൗഡർ ലോക്ക് ചെയ്യുന്നുണ്ട്. എന്തിനാണ് പൗഡർ ലോക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്വെറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും പൗഡർ ലോക്ക് ചെയ്യുന്നതുകൊണ്ട് ഫേസ് ഗ്രേ ആവില്ല. പൗഡർ ലോക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. മേക്കപ്പ് ട്രാൻസ്ഫർ ആവില്ല കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ ലിപ്സ്റ്റിക്ക് ഞാൻ വളരെ ന്യൂഡായിട്ടുള്ളൊരു മെയ്ബുലിൻ്റെ ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ആ ഒരു ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ് ഞാൻ ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം കോണ്ടോറിങ് ഞാൻ ജസ്റ്റ് ഡബിൾ ചിന്നിൻ്റെ അവിടെ മാത്രം
ജസ്റ്റ് കോണ്ടോറിങ് ഇങ്ങനെ ചെറുതായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ നോസ് ഒന്ന് എൻഹാൻസ് ചെയ്ത് അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് നോസും ഞാൻ ഒന്നിങ്ങനെ കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്നത് ഹൈലൈറ്റ് കൺസീലറും ഉണ്ട്. നമ്മൾക്ക് ഹൈലൈറ്റ് ചെയ്യണമെന്ന് ഹൈലൈറ്റ് ഒന്നുകൂടി എടുത്തറിയണമെങ്കിൽ, നമുക്കൊന്നുകൂടി ബ്രൈറ്റായി അറിയണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഹൈലൈറ്റ് കൺസീലർ ഉപയോഗിക്കാം. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഉപയോഗിക്കാം, വേണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് മസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ചെറുതായിട്ട് ബ്ലഷൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഫിക്സർ അപ്ലൈ ചെയ്തു. അപ്പോഴാണ് ഞാൻ ഓർത്തത് കണ്ണിൻ്റെ അടിയിൽ ഞാൻ ഐഷാഡോ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് താഴെ. പിന്നെ അതിന് ശേഷം ഇതായിരുന്നു എനിക്ക് ടാസ്ക്. അമ്മ കണ്ണടച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പിന്നെ മസ്കാര അപ്ലൈ ചെയ്തു. പിന്നെ ലാഷസ് ഞാൻ ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ വലിയ കണ്ണുകാർക്ക് വെക്കേണ്ട ലാഷസാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ എനിക്കത് സ്യൂട്ട് ആവുന്നില്ല എന്ന് തോന്നിയപ്പോൾ ഞാനത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ മുടി നമ്മുടെ ഹെയർ എന്ന് പറഞ്ഞാൽ നല്ല എണ്ണമെഴുക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഹെയർ സ്റ്റൈലും എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഇങ്ങനെ കെട്ടിവെച്ച് കൊടുത്തു. അപ്പോൾ എനിക്ക് ഫൈനൽ ലുക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായില്ലേ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. നിങ്ങളുടെ ഓരോ കമൻറ്റും എന്നെയും എൻ്റെ അമ്മയും ഒരുപാട് സന്തോഷമാക്കും. നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ അമ്മമാർക്കൊക്കെ ചെയ്തു കൊടുക്കണം കേട്ടോ. അങ്ങനെ ചെയ്തു കൊടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജൊക്കെ അയക്കണേ, നിങ്ങളുടെ അമ്മമാരെ ഒരുക്കിയതൊക്കെ. അപ്പോൾ എനിക്ക് വീണ്ടും സന്തോഷമാവും. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് പറയണം. അമ്മ ഒരു ബൊമ്മക്കുട്ടി പോലെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇളകിയാലോ മറ്റേ മേക്കപ്പ് പോയാലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അമ്മ ഇങ്ങനെ ബൊമ്മക്കുട്ടി പോലെ ഇരിക്കുന്നത്. അമ്മയ്ക്ക് പോസ് ചെയ്യാനൊന്നും അറിയില്ല. ഞാൻ അവിടെ നോക്കുക, ആ ലൈറ്റിൽ നോക്കുക, ആ ഫാനിൽ നോക്കി, ഈ ക്യാമറയ്ക്ക് നോക്കുക എന്നൊക്കെ പറഞ്ഞ് പോസ് ചെയ്യിപ്പിക്കുകയായിരുന്നു. വൺസ് അഗെയിൻ ഹാപ്പി മദേഴ്സ് ഡേ. ടാറ്റാ ബൈ, ടേക്ക് കെയർ, ലവ് യു.